ഇന്നലത്തെ ഭയങ്കരമായ മഴയ്ക്ക് ശേഷം ഇന്ന് നമുക്ക് രാവിലെ മുതലൊരു തെളിച്ചമാണ്. ആ തെളിച്ചം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇനി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മുടെ റോസ് പ്ലാന്റിന് മഴക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുത്തില്ലെങ്കിൽ മഴ കഴിയുന്ന കൂട്ടത്തിൽ നമ്മുടെ പ്ലാന്റും ആ കൂടി അങ്ങ് പോകും. ഇതിന്റെ ഇലയൊക്കെ കണ്ടോ? ഇതിനകത്ത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം പുഴു തിന്നിട്ടിരിക്കുന്നതാണ്. പുഴുവോ എന്തൊക്കെയോ ജീവികള്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ഒരു സാധനവും കാണാൻ പറ്റുകയില്ല. ശരിയല്ലേ? എല്ലാവർക്കും ഉണ്ടാവില്ല ഈ അനുഭവം. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, അത് അത്രത്തോളം എല്ലാവരിലേക്ക് എത്രയോ എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് ഈ ഓർക്കിഡിനും നമ്മുടെ റോസിനും ഒക്കെ മഴക്കാലത്ത് നമ്മൾ സാഫ് കൊടുക്കണം. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ സാഫ് കൊടുത്തേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ റോസൊക്കെ നമ്മൾ മഴയത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ഒരു പെസ്റ്റിസൈഡ്, അതായത് ഒരു കീടനാശിനിയുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കീടനാശിനി എന്താണെന്നും അത് എങ്ങനെയാ കൊടുക്കുന്നതെന്നും ഒക്കെ നോക്കാം. നല്ല എഫക്റ്റീവാണ് കേട്ടോ അത്. നമ്മൾ അതുപോലെ നിന്നാൽ മാത്രമേ ഈ മഴ കഴിയുമ്പോഴത്തേനും നമ്മൾ റോസ് നമ്മുടെ കൂടെ കാണുള്ളൂ, അല്ലെങ്കിൽ അത് അതുപോലെ പോകും. അപ്പൊ ഞാനത് കാണിച്ചു തരാം നമ്മൾ ഇന്നത്തെ സാരം ആരാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്പ്രെയർ ചെറുതെടുത്ത് വെച്ചിട്ടുണ്ട്, അരിപ്പ ഫിൽറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മെഡിസിന്, പിന്നെ അതിന്റെ മെഷറിംഗ് കപ്പ്. ഈ മെഷറിംഗ് കപ്പ് എന്ന് പറയുമ്പോൾ 7.5 ml ആണ്. അത് ഇതിനകത്ത് വീഡിയോക്കകത്ത് കറക്റ്റ് കാണുന്നില്ല, ആണാവോ? എന്തായാലും ഒരു 7.5 ml ആണ്. നമുക്ക് ഈ മിക്സ് ചെയ്യേണ്ടത് 2.5 1 ലിറ്റർ വെള്ളത്തിന്. 1 ലിറ്റർ വെള്ളം നമ്മൾ സ്പെയറിലേക്ക് എടുത്തിട്ട് ഇത് 2.5 ml ആണ് ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് കൂടിപ്പോകരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അത് നിങ്ങൾ ഓർത്തോണം. ഇനി ആ മരുന്ന് ഏതാണെന്ന് കാണണ്ടേ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ താരം. കണ്ടോ, ഒരു പുഴുവിനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല എഫക്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഗുന്ധർ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ 100 ml ആണ്. 100 ml റേറ്റ് വരുന്നത് 315 രൂപയാണ്. ഞാൻ ഇന്നാളൊരു ഇത് വീണ്ടും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതിന്റെ പേര് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അതിന്റെ പേര് കണ്ടില്ലെന്നും പറഞ്ഞ് ഒത്തിരി കംപ്ലൈന്റ് വന്നു. പിന്നെ ഞാനത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2.5 ml ഇൻറ്റു 1 ലിറ്റർ വാട്ടർ. 1 ലിറ്റർ വെള്ളത്തിന് 2.5 ml ആണ് നമ്മൾ ഒഴിക്കുന്നത്. കൂടി പോരുത്, അത് ശ്രദ്ധിക്കണം. ഇനി ഞാനിത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല, എടുത്തിട്ട് നിങ്ങളെ അത് കാണിച്ചു തരാം. ഈ ഇച്ചിരി കട്ടിയിൽ, ലിക്വിഡ് ആയിട്ടല്ല കേട്ടോ, തീരെ ലിക്വിഡ് ആയിട്ടില്ല, ഇച്ചിരി കട്ടിയിലാണ് നമ്മുടെ ഈ മരുന്ന് ഇരിക്കുന്നത്. ഇതിപ്പോ ഞാൻ 2.5 ലിറ്റർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നമ്മുടെ സ്പെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും നമ്മളൊരു പെയിന്റ് ബാം ഒക്കെ എടുക്കുകയല്ലേ, ഇത്തിരി ലിക്വിഡ് തരത്തിലല്ലാതെ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഈ ഒരു മെഡിസിൻ ഇരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ സ്പ്രെയർ വരുന്നത് ഇതിനകത്ത് കണ്ടോ മെഷർമെന്റ് ഉണ്ട്. ഇത് 1.5 ലിറ്ററിന്റെയാണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് 1 ലിറ്ററേ ഒഴിക്കുന്നുള്ളൂ. ഞാൻ വലിയ സ്പ്രെയർ എടുക്കാത്തത്, നമുക്ക് റോസ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മരുന്ന് ഈ സ്പ്രെയറിലേക്ക് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2.5 എടുക്കുമ്പോൾ ഒരു കുറച്ച് കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. മാക്സിമം 3 കേട്ടോ, 3 ml. അതിന് മുകളിൽ ഒരു കാരണവശാലും എടുക്കരുത്, പ്ലാന്റ് ഉണങ്ങിപ്പോവും. 2.5 അങ്ങേയറ്റം 3. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യാതൊരു സ്മെല്ലും ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റെങ്കിലും ചെറിയ നിൽക്കുന്ന രീതിയിൽ മഴ തോരുമ്പോഴേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഈ രീതിയിൽ മൊത്തം നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, ചിലപ്പം
ഇത് പുഴുക്കളായിരിക്കും, ഈ പച്ചവെട്ടില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പ്ലാന്റ് വന്ന് നശിപ്പിച്ചിട്ട് പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ പുഴു ഒന്നുമില്ല, പക്ഷെ ഇലയോ അതിന്റെ നാമ്പോ ഒന്നും കാണില്ല. അപ്പൊ ഇതുപോലെ ഞാൻ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്ലാന്റ് നല്ല രീതിയിൽ വന്ന് നിറച്ചു പൂക്കളുമായിട്ട് സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇടയ്ക്ക് ഞാൻ പറയുമായിരുന്നു, നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കൂടി നമ്മുടെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എല്ലാ റോസിന്റെയും ഇലകളിൽ ഈ പുഴു വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു മുട്ടൊക്കെ നിപ്പുണ്ട്, അതിന്റെ മുകളിൽ വീഴാവുന്ന ചിലർക്ക് ഒരു സംശയം വരും കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല, മഴയല്ലേ. നമ്മുടെ മുട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല രീതിയിലൊന്നും ഫ്ലവർ ആകാൻ ചാൻസ് കുറവാണ്. അപ്പം എല്ലാത്തിലും വീണോട്ടെ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മുട്ടിനെ ആക്രമിക്കുന്ന സാധനങ്ങളും ഉണ്ട്, അറിയാലോ. ചില മുട്ടൊക്കെ തുരന്ന് വെച്ചിരിക്കുന്ന കാണാം നമ്മൾ നോക്കുമ്പോൾ. അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ മരുന്ന് ചെടിയിൽ മൊത്തം അങ്ങ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് മൊത്തം എല്ലാ പ്ലാന്റിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും പ്ലാന്റിൽ ഈ നമ്മുടെ മരുന്ന് നിൽക്കത്തക്ക ഉള്ള ഒരു സമയത്ത് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തിട്ട് വരുന്ന പുറകെ അങ്ങ് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും കിട്ടുകയില്ല, അറിയാലോ. അതങ്ങ് കഴുകിപ്പോവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ഥിരം മെമ്പേഴ്സ് ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഒരു ലൈക്ക്, ഒരു കമന്റ്. അപ്പോൾ വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.